ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HSIയുടെ ഫൈനൽ റിവിഷൻ, അതായത് ടോപ്പിക്കുകൾ ജസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫ്രീഡം മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രീഡം മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറയുന്നത് റിവോൾട്ട് ഓഫ് 1857 ആണ്. അപ്പം ഓരോ സ്ഥലങ്ങളിലും നമുക്കറിയാം, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഡൽഹി ആയിരുന്നു ശക്തി കേന്ദ്രമെങ്കിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ആളുകൾ ഇതിന് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്ന ആൾക്കാർ ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാൻ ആണ് നേതൃത്വം വഹിച്ചിട്ടുള്ളത്. അതുപോലെ കാൺപൂരിൽ നാനാ സാഹിബാണ്. ലക്നൌവിലാണെങ്കിലോ ബീഗം ഹസ്രത്ത് മഹൽ. അതുപോലെ ബറേലി എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ ഖാൻ ബഹദൂർ. അപ്പം ഒരു റിവോൾട്ടിലെ സ്റ്റോം സെന്റേഴ്സിൽ ആരൊക്കെയായിരുന്നു ഈ റിവോൾട്ട് നയിച്ചിരുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ അത് നമ്മൾ നോക്കി വെക്കുക. അടുത്തതായിട്ട് ബീഹാറിലേക്ക് വരുവാണെങ്കിൽ കൺവർ സിംഗ് ആണ്. അപ്പൊ അദ്ദേഹം ജഗദീഷ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സെമിന്ദാർ ആയിരുന്നു. അപ്പൊ 70 വയസ്സോളം പ്രായമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ബീഹാറിൽ ജഗദീഷ്പൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ അടുത്തതായിട്ട് മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ നേതൃത്വം വഹിച്ചു. ഇനി റാണി ലക്ഷ്മിഭായ് ഝാൻസി റാണി എന്നുള്ള പേരിൽ തന്നെയാണ് റാണി ലക്ഷ്മിഭായ് അറിയപ്പെടുന്നത്, അല്ലെ. പിന്നെ ഷാമാൽ പർഗാന ബറൌത്ത് പർഗാന, ഉത്തർപ്രദേശിലെ ബറൌത്ത് പർഗാന എന്ന് പറയുന്ന സ്ഥലത്ത് ഷാമാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. അപ്പൊ ഇനി 1857 റിവോൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകൾക്കും പലതരം ഒപ്പീനിയനുകളായിരുന്നു 1857 റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതിലെ പ്രധാനപ്പെട്ട ചില ഒപ്പീനിയൻസ് ആണ് വി ഡി സവാർക്കർ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വി ഡി സവാർക്കർ വിശേഷിപ്പിക്കുന്നു. ഇനി ആർ സി മജുംദാർ എന്താ പറയുന്നത്? നെയ്തർ ദ ഫസ്റ്റ് നോർ നാഷണൽ നോർ എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് ആർ സി മജുംദാർ പറയുന്നത്. ഇനി ജോൺ ലോറൻസ് പറയുന്നു, had a single leader of ability arisen among them, we must have laws beyond redemption. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമുള്ള ഒരു വ്യക്തി, ഒരു ലീഡർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭരണകൂടം തന്നെ ഇല്ലാതായേനെ എന്നുള്ളൊരു അഭിപ്രായമാണ് ജോൺ ലോറൻസ് പറയുന്നത്. ഇനി അതുപോലെ സ്റ്റാൻലി വോൾപോർട്ട് പറഞ്ഞു, ഇറ്റ് വാസ് ഫാർ മോർ ദാൻ മ്യൂട്ടിനി ബട്ട് മച്ച് ലെസ് ദാൻ എ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പം ഇതൊക്കെ 1857 റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഓരോ വ്യക്തികളുടെ. അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നാടകം അല്ലെങ്കിൽ ഒരു പ്ലേ ആണ് നീൽ ദർപ്പൺ, ദ മിറർ ഓഫ് ഇൻഡിഗോ. ദീനബന്ധു മിത്ര എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു നാടകം രചിച്ചിരിക്കുന്നത്. അത് അവിടുത്തെ ഇൻഡിഗോ കൃഷിക്കാരുടെ ദുരവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു നാടകമായിരുന്നു നീൽ ദർപ്പൺ. അപ്പൊ ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് ദീനബന്ധു മിത്രയാണ്. അപ്പൊ അതും ഓർത്തിരിക്കുക. ഇനി അടുത്ത മേയോ കോളേജ് എന്ന് പറയുന്നത് അജ്മീറിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിലെ അജ്മീറിലാണ്. ലോർഡ് മേയോയുടെ സമയത്താണ് ഇത് സ്ഥാപിക്കുന്നത് 1875. ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് യങ് രാജ്പുത് പ്രിൻസസ് കേണൽ സർ ഒലിവർ സെന്റ് ജോൺ ബിക്കേം ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ. അപ്പൊ മേയോ കോളേജ് 1875 സ്ഥാപിതമാകുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് 1871 കേട്ടോ. ഇന്ത്യസ് ഫസ്റ്റ് സെൻസസ് വാസ് ക്യാരിഡ് ഔട്ട് ഓൺ മേയോസ് ഓർഡേഴ്സ്. ദ ഓർഗനൈസ്ഡ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു നേതൃത്വത്തിലാണ് ഈ ഒരു സെൻസസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇതിന് ഡയറക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തത് വില്യം വിൽസൺ ഹണ്ടർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അടുത്തതായിട്ട് പാർട്ടീഷൻ ഓഫ് ബംഗാളിനെ കുറിച്ചാണ് പറയുന്നത്. 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ഒക്ടോബർ 16, 1905 ഈ ഒരു ഓർഡർ പുറത്തിറങ്ങുന്നത്. ദ ബംഗാൾ ഹാഡ് ബിക്കേം ടു ലാർജ് യൂണിറ്റ് ടു ബി അഡ്മിനിസ്ട്രേറ്റഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ടു സോൾവ് ദ പ്രോബ്ലം. ഗവൺമെന്റ് പാർട്ടീഷൻഡ് ബംഗാൾ ഓൺ October 16. രണ്ട് പാർട്ടുകളായിട്ട് തിരിച്ചു, ഈസ്റ്റേൺ ബംഗാൾ ആൻഡ് ആസാം. ഈസ്റ്റേൺ ബംഗാളിനെ ആസാമിനെയും ഒരു പോർഷനായിട്ടും അതുപോലെ ബംഗാളിന്റെ ബാക്കി പോർഷനെ വെസ്റ്റേൺ പാർട്ടായിട്ടും തിരിച്ചു. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരിൽ ബോയ്ക്കോട്ടും അതുപോലെ സ്വദേശി പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ സമയത്താണ് വന്ദേമാതരം എന്ന് പറയുന്ന ആ ഒരു സോങ് വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം. ഇനി ഈ പാർട്ടീഷൻ 1905 നടത്തിയ ഈ പാർട്ടീഷൻ 1911 തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ 1905 മുതൽ 11 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലായിരുന്നു പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടന്നത്. 1905 ഒക്ടോബർ 16 ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പല വർഷങ്ങളിലും ഉണ്ട്. അപ്പൊ ഇതിൽ 1909 ഈ ഒരു ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് മിന്റോ മോർലി ആക്ട് അല്ലെങ്കിൽ മിന്റോ മോർലി റിഫോംസ് എന്നുള്ള പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സിസ്റ്റം ഓഫ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഫോർ മുസ്ലിംസിന് വേണ്ടി സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് കൊണ്ടുവരുന്ന ആ ഒരു സിസ്റ്റം 1909 മിന്റോ മോർലി റിഫോംസ് പ്രകാരമാണ് ഉണ്ടായത്. അണ്ടർ ദിസ് മുസ്ലിം മെമ്പേഴ്സ് were to be elected only by Muslim voters. Thus, the act legalized communalism.
അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ലോർഡ് മിന്റോ എന്ത് പേരിൽ അറിയപ്പെട്ടു? ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്. ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ലോർഡ് മിന്റോ ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന സൂററ്റ് സ്പ്ലിറ്റ്. സൂററ്റ് സ്പ്ലിറ്റ് 1907 ഈ ഒരു സംഭവം നടക്കുന്നത്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ മോഡറേറ്റ്സ്, എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതായത് മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ സമാധാനപരമായിട്ട് സമരങ്ങളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു. എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട്, കുറച്ചുകൂടെ റെബലിയസ് ആയിട്ട് നിന്നിരുന്ന ആളുകളാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ആശയങ്ങളുടെ വ്യത്യാസം കാരണം തന്നെയാണ് സൂററ്റിൽ എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റ്സും തമ്മിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ആ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1907 സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നത്. റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു ഈ സമയത്ത് INCയുടെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നത്. ഓക്കെ, ഇനി 1916 ഹോം റൂൾ ലീഗുകളുടെ സ്ഥാപനം നടക്കുന്നു. ആനി ബസന്റ് അതുപോലെ ബാലഗംഗാധര തിലക് ഇവർ രണ്ടുപേരുമായിരുന്നു ഇതിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത്. ഇനി 1917 ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നു. 1918 ഖേദ സത്യാഗ്രഹം നടക്കുന്നു. പിന്നെ 1919 റൗലറ്റ് ആക്ട്. അപ്പം ഈ റൗലറ്റ് ആക്ടിന്റെ പ്രഖ്യാപനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്നത് അല്ലെ. 1919 ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അതുപോലെ 1916 ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ യൂണിവേഴ്സിറ്റി 1916 സ്ഥാപിതമാകുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ജാലിയൻ വാലാബാഗ് മസാക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1919 ഏപ്രിൽ 13 ഈ ഒരു സംഭവം നടക്കുന്നത്. 100 ആളുകൾ അന്ന് ബ്രിട്ടീഷുകാരുടെ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയുണ്ടായി. രവീന്ദ്രനാഥ് ടാഗോർ അതുപോലെ മഹാത്മാഗാന്ധി എന്നിവര് ബ്രിട്ടീഷ് നൈറ്റ്ഹുഡ് പദവി അതുപോലെ കൈസറി ഹിന്ദ് പദവി എന്നിവ തിരിച്ച് ബ്രിട്ടീഷുകാർക്ക് തന്നെ കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഹണ്ടർ കമ്മീഷൻ ജാലിയൻ വാലാബാഗിന്റെ എൻക്വയറിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തുക. ഹണ്ടർ കമ്മീഷൻ. അതുപോലെ 1882 ഇന്ത്യയിലെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഹണ്ടർ കമ്മീഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് മോണ്ടഗു ചെംസ്ഫോർഡ് റിഫോംസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. 1919 ഈ ഒരു റിഫോം നടക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഡയാർക്കി എന്നുള്ളതാണ്. ഡയാർക്കി ദുഫരണം കൊണ്ടുവന്നത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. അപ്പം എന്താണ് പറയുന്നത്? 2 എക്സിക്യൂട്ടീവ് കൗൺസിലേഴ്സ് ആൻഡ് പോപ്പുലർ മിനിസ്റ്റേഴ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ദ ഗവർണർ വാസ് ടു ബി എക്സിക്യൂട്ടീവ് ഹെഡ് ഇൻ ദ പ്രൊവിൻസ്. അതായത് ഓരോ പ്രൊവിൻസുകളിലും ഓരോ ഗവർണറെ നിയമിക്കുകയും എക്സിക്യൂട്ടീവ് ഹെഡ് ആയിട്ട് വെക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ദിഫരണം കൊണ്ടുവന്നത് 1919 മോണ്ടഗു ചെംസ്ഫോർഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ അടുത്ത സൈമൺ കമ്മീഷൻ 1928 വരികയുണ്ടായി. അപ്പൊ ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് 7 പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു. ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പഠനത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് വന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതില് ബ്രിട്ടീഷുകാർ മാത്രമുള്ളായിരുന്നു, ഇന്ത്യൻസിനൊന്നും മെമ്പർഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതേ തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി. സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തെരുവുകളിൽ മുഴങ്ങി. അപ്പൊ ഈ ഒരു സംഭവമാണ് സൈമൺ കമ്മീഷൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഗാന്ധി ഇർവിൻ പാക്ട് 1930 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം അല്ലെ, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആരംഭിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇത് പിൻവലിക്കുന്നത് ഗാന്ധി ഇർവിൻ പാക്ട് പ്രകാരമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 1931 ഈ ഒരു സംഭവം നടക്കുന്നത്. ഇനി ഇറ്റ് മാർക്ക് ദ എൻഡ് ഓഫ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ദാറ്റ് ഗാന്ധി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ഇനിഷ്യേറ്റഡ് വിത്ത് സാൾട്ട് മാർച്ച്. 1930 തുടങ്ങിയ ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ സിവിൽ ഡിസോബീഡിയൻസ് ഈ ഒരു പാക്ടോട് കൂടിയാണ് അവസാനിക്കുന്നത്. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ സത്യാഗ്രഹം, വ്യക്തി സത്യാഗ്രഹത്തിന് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് നിയോഗിക്കപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹി ആചാര്യ വിനോബ ഭാവെ ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. രണ്ടാമത് ജവഹർലാൽ നെഹ്റു, മൂന്നാമത് ബ്രഹ്മദത്ത് എന്ന് പറയുന്നത് ഗാന്ധിയുടെ സബർമതി ആശ്രമിലെ ഒരു മെമ്പർ ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഓർത്തു വെക്കാം. ഇനി അടുത്ത് ഇതേ തുടർന്ന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വരുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വാസ് ബേസ്ഡ് അപ്പോൺ ദ മൗണ്ട് ബാറ്റൻ പ്ലാൻ ഓഫ് 3rd ജൂൺ 3rd പ്ലാൻ അല്ലെങ്കിൽ ഡിക്കിബേറ്റ് പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്ന മൗണ്ട് ബാറ്റൻ പ്ലാൻ ആൻഡ് വാസ് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ് ഓൺ ജൂലൈ 5, 1947. 1947 ജൂലൈ 5 ബ്രിട്ടീഷ് പാർലമെന്റ് ഇത് പാസ്സാക്കുന്നു. ജൂലൈ 18, 1947 ഇതിന് റോയൽ അസെന്റ്, അതായത് രാജ്ഞിയുടെ ആ ഒരു അംഗീകാരം ലഭിക്കുന്നത്.
അടുത്തതായിട്ട് നമ്മൾ കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളാണ് ജസ്റ്റ് ഒന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്കറിയാം ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ. ശ്രീ വിദ്യാധിരാജ പരമഭട്ടാരകൻ എന്നുള്ള പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് നെയിം ആയിരുന്നു അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിന്റെ പന്മനയിലാണ് അദ്ദേഹത്തിന്റെ മൃതശരീരവും കാര്യങ്ങളും ഒക്കെ അടക്കിയിരിക്കുന്നത്. ഇനി ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്ന കാരാട്ട് ഗോവിന്ദമേനോൻ എന്നുള്ളതായിരുന്നു. മോക്ഷപ്രദീപം, ആനന്ദസൂത്രം, ശിവയോഗ രഹസ്യം, ഇതൊക്കെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ അയ്യങ്കാളിയെ കുറിച്ചാണ് നോക്കുന്നത്. 1863 അയ്യങ്കാളി ജനിക്കുന്നത്. തിരുവനന്തപുരത്ത് വേങ്ങാനൂരാണ് ജനനം. 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇനി അതുപോലെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളാണ് കല്ലുമാല സമരം, അതുപോലെ പെരുന്നാട് ലഹളയൊക്കെ. 1915 കല്ലുമാല സമരം, പെരുന്നാട് ലഹള എന്നറിയപ്പെടുന്നത് കല്ലുമാല സമരം തന്നെയാണ് കേട്ടോ. 1915 ഈ ഒരു സമരം നടക്കുന്നത്. ഇനി അടുത്ത പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കയിൽ യോഹനാനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന പൊയ്കയിൽ യോഹനാൻ 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇരുവിവേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ശൈവപ്രകാശ സഭ. ശൈവപ്രകാശ സഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത് തൈക്കാടയ്യാണ്. ഓർത്തിരിക്കുക, തൈക്കാടയ്യാണ് കേട്ടോ. സുബ്രായൻ എന്ന പേരിലായിരുന്നു അദ്ദേഹം ചെറുപ്പകാലത്ത് അറിയപ്പെടുന്നത്. ദ ഫസ്റ്റ് ബുക്ക് പ്രിന്റഡ് ഇൻ മാന്നാനം പ്രസ്. ഇനി മാന്നാനം പ്രസിലേക്ക് വരികയാണെങ്കിൽ ജ്ഞാനപീയൂഷം, മാന്നാനം പ്രസ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലെ. അപ്പം 1846 ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഈ സെന്റ് ജോസഫ് പ്രസ് അല്ലെങ്കിൽ CMI പ്രസ് 1846 മാന്നാനത്ത് സ്ഥാപിക്കുന്നത്. അവിടെ പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ഇനി ചാവറാച്ചനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മാനുതാപം, നളാഗമം, അനസ്തേഷ്യയുടെ രക്തസാക്ഷിത്വം, നല്ല അപ്പന്റെ ചാവറലുകൾ, ധ്യാനസല്ലാപങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി അടുത്തതായിട്ട് മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വിശേഷണമാണ് മദൻ മോഹൻ മാളവിയ ഓഫ് കേരള. കേരളത്തിന്റെ മദൻ മോഹൻ മാളവിയ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. 1914 അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റി NSS സ്ഥാപിക്കുന്നു. ഇനി സമത്വ സമാജത്തിന്റെ സ്ഥാപകനാണ്. 1836 സമത്വ സമാജം അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇനി നിഴൽ താങ്കൾ, മുന്തിരിക്കിണർ എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് യു വർക്ക് വി ഷുഡ് ഗോട്ട് പെയ്ഡ്. നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂലി കിട്ടിയിരിക്കണം എന്ന് പറയുന്ന ആ ഒരു കോട്ടൊക്കെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാസംഘം 1917 ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത്. ആരാണ്? വാക്പടാനന്ദൻ. വാക്പടാനന്ദനാണ് എന്ത് സ്ഥാപിക്കുന്നത്? ആത്മവിദ്യാ സംഘം. 1917 ഇത് സ്ഥാപിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഓർത്തു വെക്കാം. ഇനി അടുത്തായിട്ട് തത്വപ്രകാശിക ആശ്രമം. ഇതും വാക്പടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കേട്ടോ. തത്വപ്രകാശിക ആശ്രമം 1907 ഇത് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അതുപോലെ നിർഗുണോപാസന എന്ന് പറയുന്ന ഒരു വർഷിപ്പ് രീതി, ഒരു ആരാധനാ രീതിയും വാക്പടാനന്ദൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഓർത്തു വെക്കാം. ഇനി ഫൗണ്ടർ ഓഫ് ശ്രീനാരായണ സേവിക സമാജം, വിദ്യാഭൂഷണി സഭ. ഇതിന്റെയൊക്കെ സ്ഥാപകൻ ആരാണ്? ഇതിന്റെയൊക്കെ സ്ഥാപകനാണ് സഹോദരൻ അയ്യപ്പൻ. എന്തിന്റെയാണ്? ശ്രീനാരായണ സേവിക സമാജം, വിദ്യാഭൂഷണി സഭ, ഇതൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ സഹോദര സംഘത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭിമുഖ്യത്തില് മിശ്രഭോജനമൊക്കെ 1917 സഹോദരൻ അയ്യപ്പൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ന്യൂസ് പേപ്പറാണ് വേലക്കാരൻ എന്ന പേരിൽ ഇറക്കിയിട്ടുള്ളത്. വേലക്കാരൻ ആരുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് പേപ്പർ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ സഹോദരൻ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ കേരളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെയാണ് പരിചയപ്പെടുന്നത്. ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അപ്പൊ രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനിയുടെ എഡിറ്ററായിട്ട് മാറുന്ന 1906 പി രാജഗോപാലാചാര്യക്കെതിരെയുള്ള ആ ഒരു ആർട്ടിക്കിളുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ചൊടിപ്പിക്കുകയും പിന്നീട് 1910 അദ്ദേഹത്തെ നാടുകടത്തുകയുമാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് എന്റെ നാടുകടത്തൽ, മൈ പനിഷ്മെന്റ്. അടുത്തതായിട്ട് നമ്മൾ ഡോക്ടർ പൽപുവിനെ കുറിച്ചാണ് നോക്കുന്നത്. ദ ഫൗണ്ടർ ഓഫ് ഈഴവ മഹാസഭ. ഈഴവ മഹാസഭ 1896 സ്ഥാപിക്കുന്നത് ഡോക്ടർ പൽപു ആണ്. ഹി റിട്ടൺ ആൻ ആർട്ടിക്കിൾ ഇൻ മദ്രാസ് സ്റ്റാൻഡേർഡ്. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ അദ്ദേഹം തിരുവിതാംകോട്ടൈ തീയൻ എന്ന പേരിൽ ഒരു ആർട്ടിക്കിൾ ഒക്കെ എഴുതിയിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇനി നമ്മൾ കേളപ്പനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കേരളൈറ്റ് ഗാന്ധിജി സെലക്ടഡ് ഫോർ വ്യക്തി സത്യാഗ്രഹ. വ്യക്തി സത്യാഗ്രഹത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. വ്യക്തി സത്യാഗ്രഹത്തിന് ആദ്യമായി തെരഞ്ഞെടുത്തത് വിനോബ ഭാവെ എന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കേളപ്പനായിരുന്നു. അപ്പം ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ അദ്ദേഹം കേരള ഗാന്ധി എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. ഹി വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് NSS. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിലും അതിന്റെ ഉത്തരം കേളപ്പനാണ്.
He started the publication ഗ്രാമദീപം. ഗ്രാമദീപം എന്ന പേരിൽ ഒരു പബ്ലിക്കേഷനും സ്ഥാപിച്ചിട്ടുണ്ട്. ആര്? കെ കേളപ്പൻ. ഓക്കെ, അടുത്തതായിട്ട് AKGയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണമാണ് ഫീൽഡ് മാർഷൽ ഓഫ് ദി വീക്ക് അല്ലെങ്കിൽ ക്രുസൈഡർ ഓഫ് ദി ഡൗൺ റോഡൻ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ആരാണ്? AKG. പാവങ്ങളുടെ പടത്തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് AK ഗോപാലനാണ്. അതുപോലെ ആദ്യമായിട്ട് കരുതൽ തടങ്കൽ നിയമം വെച്ചിട്ട് ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയൊക്കെ AKG ആണ്. ഇനി വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, നമ്മൾ അതിന്റെ ഇയറുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉപ്പു സത്യാഗ്രഹം 1930-ലാണ്, ഗുരുവായൂർ സത്യാഗ്രഹം 1931-ലാണ്. ഇനി നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് 1932-ആണ്. അപ്പം ഉഗ്നി 30, 31, 32 എന്നുള്ള കോഡ് വെച്ച് നമ്മളത് പഠിച്ചു വെക്കുക. ഇനി ഹി ലെഡ് ഹങ്കർ മാർച്ച് ഫ്രം കണ്ണൂർ ടു മദ്രാസ്. കണ്ണൂർ തൊട്ട് മദ്രാസ് വരെ 1936 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടത്തുകയുണ്ടായി എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇനി ഇപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് GP പിള്ളയെ കുറിച്ചാണ്. അപ്പൊ GP പിള്ളയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് ഓൺലി മലയാളി മെൻഷൻഡ് ഇൻ ഗാന്ധിജീസ് ഓട്ടോബയോഗ്രഫി. ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏക മലയാളിയായിട്ട് പറയപ്പെടുന്ന വ്യക്തിയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിലും GP പിള്ള തന്നെയാണ് അതിന്റെ ഉത്തരം. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ്, ലണ്ടൻ ആൻഡ് പാരീസ് ത്രൂ ഇന്ത്യൻ സ്പെക്ടക്കിൾസ്, ഇന്ത്യൻ കോൺഗ്രസ്മാൻ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, അടുത്തതായിട്ട് KP കേശവമേനോൻ. KP കേശവമേനോനെ കുറിച്ച് പറയുമ്പോൾ മാതൃഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപകനാണ്. അതുപോലെ യങ് ഇന്ത്യ, ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിന്റെ മോഡലിലാണ് എന്ത് സ്ഥാപിച്ചിരിക്കുന്നത്? മാതൃഭൂമി സ്ഥാപിച്ചത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം. ഈ സ്റ്റാർട്ടഡ് എ ബ്രാഞ്ച് ഓഫ് ഹോം റൂൾ മൂവ്മെന്റ് ഇൻ കോഴിക്കോട്, നോൺ ആസ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള. കേരളത്തിന്റെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന, വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്ന KP കേശവമേനോനാണ്. ഇനി TR കൃഷ്ണസ്വാമി അയ്യർ, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ശബരി ആശ്രമത്തിന്റെ കാര്യമാണ് പറയാനുള്ളത്. ശബരി ആശ്രമം ഫോർ ഹരിജൻ സ്റ്റുഡൻസ് സ്ഥാപിച്ചിരിക്കുന്നത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഇനി മുഹമ്മദ് അബ്ദുറഹ്മാൻ, ഫൗണ്ടർ ഓഫ് ദി ന്യൂസ് പേപ്പർ അല്ലമീൻ. അല്ലമീൻ എന്ന ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടറാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ. അതുപോലെ കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മുഹമ്മദ് അബ്ദുർ റഹ്മാനാണ്. ഓക്കെ, ഇനി ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ. അച്ചിപ്പുടവ സമരം, മുക്കുത്തി സമരം, ഇത് രണ്ടും ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഫസ്റ്റ് മാർട്ടർ ഓഫ് കേരള റിനൈസൻസ്, കേരള റിനൈസൻസിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഇനി AG വേലായുധൻ ഒരു രക്തസാക്ഷിയാണ്. പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് AG വേലായുധൻ. അപ്പൊ ഈ പേരും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഇത് പ്ലേസ് വേർ കുമാരനാശാൻ റോട്ട് വീണപൂ. കുമാരനാശാന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം വീണപൂ രചിച്ചിരിക്കുന്നത് പാലക്കാട് ജൈനുമേട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യം, വഞ്ചിപ്പാട്ട് വൃത്തത്തിലുള്ള ഒരു ഖണ്ഡകാവ്യമാണ് കരുണ. ഇനി അതുപോലെ ദ ലിറ്റററി വർക്ക് ഡൺ ബൈ ആശാൻ ഓൺ ദ മെമ്മറി ഓഫ് AR രാജരാജവർമ്മ, പ്രരോദനം. AR രാജരാജവർമ്മയുടെ ഓർമ്മയിലേക്ക് അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതിയാണ് പ്രരോദനം എന്ന് പറയുന്നത്. ഇനി അതുപോലെ മക്തിതങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വർക്കാണ് കടോര കൂടാരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓർത്തുക, കടോര കൂടാരം മക്തിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ കുറിച്ച് വരുവാണെങ്കിൽ ഹി വാസ് പ്രൊപ്പഗേറ്റർ ഓഫ് ബ്രഹ്മസമാജം. രാജാറാം മോഹൻ റായയുടെ ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ഒരു പ്രൊപ്പറേറ്റർ ആയിരുന്നു അയ്യത്താൻ ഗോപാലൻ. ഇനി പാമ്പാടി ജോൺ ജോസഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ചേരമർ മഹാസഭ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ആദ്യം സാധുജന ദൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പബ്ലിക്കേഷൻ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. പിന്നീട് അതിന്റെ പേര് ചേരമർ ദൂതൻ എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റുകയുണ്ടായി. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് റിനൈസൻസിന്റെ സെക്ഷനിൽ നിന്ന് നോക്കാനുള്ളത്. അപ്പൊ ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പോവുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളെ കുറിച്ചാണ്. ഷെഡ്യൂളുകൾ നമുക്കറിയാം, 12 ഷെഡ്യൂളുകളാണ് നമുക്ക് ഉള്ളത്. അപ്പൊ നമുക്കൊരു കോഡ് വെച്ച് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിച്ചിരിക്കാനായിട്ട് സാധിക്കും. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ആൻഡ് ടെറിട്ടറീസിനെ കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. രണ്ടാമത്തേതിൽ ഇമോളുമെന്റ്സ്, അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ്സിന്റെ സാലറിയും മറ്റു ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. മൂന്നാമത്തേതിൽ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിജ്ഞ, ഓത്ത് ആൻഡ് അഫർമേഷൻ. ഇനി 6 രാജ്യസഭയെ കുറിച്ച് പറയുന്നു. ഇനി S എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾഡ് ഏരിയാസ്, ചില പ്രത്യേക ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ച് പറയുന്നു. ഇനി O എന്ന് പറഞ്ഞാൽ അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്. ഈ അഞ്ചാമത്തെ ES എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതിനെ കുറിച്ചൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് അതർ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിനുശേഷം F ഫെഡറൽ സ്ട്രക്ചറിനകത്താണ് നമ്മുടെ ലിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നമുക്കറിയാം, നമുക്ക് 3 ലിസ്റ്റുകളാണുള്ളത് അല്ലെ? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ലിസ്റ്റുകളെ കുറിച്ചൊക്കെ പറയുന്നത്
എഫ് ഫെഡറൽ സ്ട്രക്ചറിലാണ്, 7ാമത്തെ ഷെഡ്യൂളിലാണ്. ഇനി 8ാമത്തെ ഷെഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജസ്, 8ാമത്തെ ഷെഡ്യൂള്. ഇനി 9ാമത്തേത് ലാൻഡ് റിഫോംസിനെ കുറിച്ചൊക്കെ പറയുന്ന ഷെഡ്യൂളാണ് 9ാമത്തെ ഷെഡ്യൂള്. ഇനി 10ാമത്തെ ഷെഡ്യൂളാണ് ആന്റി ഡിഫെക്ഷൻ, കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ച് പറയുന്നതാണ് 10ാമത്തെ ഷെഡ്യൂള്. ഇനി 11ാമത്തെ ഷെഡ്യൂള് പഞ്ചായത്തുകളെ കുറിച്ചൊക്കെ പറയുന്നു. 12ാമത്തെ ഷെഡ്യൂള് മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പറയുന്നു. പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ 29 കാര്യങ്ങളാണ് നമുക്കറിയാം. അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ 18 കാര്യങ്ങളാണ്. അപ്പൊ ഈ കോഡ് വെച്ച് നമുക്ക് ഷെഡ്യൂളുകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കോഡ് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട് 3യിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3യിലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പല രീതിക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ HSSTയുടെ എക്സാംസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകൾ 14 മുതൽ 18 വരെയാണെങ്കിൽ റൈറ്റ് ടു ഫ്രീഡത്തെ കുറിച്ച് പറയുന്നത് 19 മുതൽ 22 വരെ. ഇനി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 23 ഫോഴ്സ് ലേബറിനെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ, അതായത് നിർബന്ധിത വേല നിരോധനത്തെ കുറിച്ച് പറയുന്നെങ്കിൽ 24 ചൈൽഡ് ലേബർ, ബാലവേല നിരോധിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, ഇനി അടുത്ത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് 25 മുതൽ 28 വരെ. ഇനി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29, 30. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ഇനി നമുക്കറിയാം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, റിട്ടുകളെ കുറിച്ച് പറയുന്നത് 32ാമത്തെ ആർട്ടിക്കിളിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില ആർട്ടിക്കിളുകളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ആർട്ടിക്കിൾ 17 ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കപ്പെട്ട ആർട്ടിക്കിളാണ്. അതുപോലെ 19A അല്ലെങ്കിൽ 19(1)A 19(1)Aയിൽ എന്താണ് പറയുന്നത്? ഓൾ സിറ്റിസൺ ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ പത്രസ്വാതന്ത്ര്യം ഏത് ആർട്ടിക്കിളിന്റെ കീഴിലാണ് വരുന്നത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിന്റെ ഉത്തരവും 19(1)A ആയിരിക്കും. റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതിന്റെ ഉള്ളിലായിരിക്കും ഇത് വരുന്നത്. ഇതുപോലെ ആർട്ടിക്കിൾ 21A ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ഓഫ് ഏജ് 6 to 14 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഇനി അതുപോലെ ആർട്ടിക്കിൾ 23 നമ്മൾ പറഞ്ഞിരുന്നു, ഫോഴ്സ് ലേബർ നിരോധിക്കുക. അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഫോഴ്സ് ലേബർ ഇതിനെയൊക്കെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഇനി ആർട്ടിക്കിൾ 24 പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 14, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ വേല ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഹസാഡസ് ആയിട്ടുള്ള ജോലികളൊന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടുള്ളതല്ല ആർട്ടിക്കിൾ 24 പ്രകാരം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ റിട്ടുകളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് 5 തരം റിട്ടുകളാണ് ഉള്ളത്. ഒന്ന് ഹേബിയസ് കോർപ്പസ്, ബ്രിങ് ദ ബോഡി, അതായത് ഒരാളെ കാണാതായി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത ആരാണ്? ഈച്ചര വാര്യർ എന്ന് പറയുന്ന വ്യക്തിയാണ്, ഈച്ചര വാര്യർ. ഓക്കെ, ഇനി മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു. ഒരു സ്ഥാപനം കൃത്യമായിട്ട് അവരുടെ ഫങ്ഷൻസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഇനി പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാണ്, അതായത് ഒരു കേസിന്റെ ഫർദർ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്തുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ട്. ഇനി സെർഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെർഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്, അതായത് ലോവർ കോർട്ടിൽ നിന്നും ഹയർ കോർട്ടിലേക്ക് ആ കേസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ആ റിട്ടാണ് സെർഷ്യറി. ഇനി അതുപോലെ കോവാറണ്ടോ എന്ന് പറഞ്ഞ ഒരു റിട്ടും കൂടെ നമുക്ക് ഉണ്ട്. അങ്ങനെ നമുക്ക് 5 റിട്ടുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ റിട്ടുകളുടെ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പാർട്ട് 4ലേക്ക് പോവുകയാണ്. പാർട്ട് 3യിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി പാർട്ട് 4നെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് പാർട്ട് 4ന്റെ ഉള്ളിൽ വരുന്നത്. ആർട്ടിക്കിൾ 44 എന്താണ് പറയുന്നത്? The state shall endeavor to secure for the citizen a uniform civil code through the territory of India. ആ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ഈ ചോദ്യം ഇടയ്ക്കിടയ്ക്കെല്ലാം ചോദിക്കുന്നതാണ്. എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് സിവിൽ നിയമങ്ങളെല്ലാം ഏകീകരിക്കുക, എല്ലാ മതത്തിലുള്ളവർക്കും സിവിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരേ നിയമങ്ങളും ഒരേ രീതികളും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. പക്ഷെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ രാജ്യം ലക്ഷ്യം വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് കോടതിയിലൊന്നും നമുക്ക് ഇതിനു വേണ്ടി ബാധിക്കാനോ ഒന്നും സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. അതുപോലെ പാർട്ട് 4ൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നമ്മൾ
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നതും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി ആർട്ടിക്കിൾ 49, ദ സ്റ്റേറ്റ് ഷാൾ പ്രൊട്ടക്ട് എവരി മോണമെന്റ് ഓർ പ്ലേസ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർ ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ്. അതായത് ചരിത്രപരമായ പ്രാധാന്യമുള്ള മോണമെന്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് സംരക്ഷിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 49. ഇനി അതുപോലെ ആർട്ടിക്കിൾ 47 പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ് ഷാൾ ടേക്ക് സ്റ്റെപ്സ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൊഹിബിറ്റ് കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ്. അതായത് മദ്യനിരോധനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 47 ആണ്. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആർട്ടിക്കിൾ 47 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ആർട്ടിക്കിൾ 47 മദ്യനിരോധനത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മദ്യനിരോധനം എന്ന് പറയുന്നത് ഒരു ഗാന്ധിയൻ ഐഡിയോളജി ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഗാന്ധിയൻ ആശയമാണ്. ആ ഗാന്ധിയൻ ആശയം, സോഷ്യൽ ആശയം, ലിബറൽ ആശയം, ഇങ്ങനെ 3 ആശയങ്ങളാണ് നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. അതിലെ ഗാന്ധിയൻ ആശയത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ മദ്യനിരോധനമൊക്കെ വരുന്നത്. അതുപോലെ കൗ സ്ലോട്ടർ ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനത്തെ കുറിച്ച് പറയുന്നത്. ടു പ്രൊഹിബിറ്റ് ദ സ്ലോട്ടർ ഓഫ് കൗസ് ആൻഡ് അതർ മിൽച്ച് ആൻഡ് ഡ്രോഡ് കാറ്റിൽ ആൻഡ് ഇംപ്രൂവ് ദെയർ ബ്രീഡ്സ്. അപ്പോൾ ഗോവധ നിരോധനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 48 ആണ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ പാർട്ട് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, പാർട്ട് 4A പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ പാർട്ട് 4A എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുക. നമുക്ക് ഇപ്പോൾ നിലവിൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ നമുക്ക് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ 42ാമത്തെ ഭേദഗതി പ്രകാരമാണ് നമ്മൾ ആദ്യത്തെ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർക്കുന്നത്. 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡഡ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അതിനുശേഷം ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു, 86 അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 2002. 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്തായിരുന്നു? 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി അതായത് പേരൻസ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. 6 മുതൽ 14 വരെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഉള്ള ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. 86ാമത്തെ അമെൻഡ്മെന്റ് 2002 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂട്ടിച്ചേർക്കപ്പെട്ടത്. അതുപോലെ ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, സുരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം. 1976 ആണ് ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആദ്യത്തെ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ ആഡ് ചെയ്തത്. ഇത് സുരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ആഡ് ചെയ്തത്. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസിഡന്റിനെ കുറിച്ചാണ്. ഇന്ത്യൻ പ്രസിഡന്റ്. അപ്പോൾ ആർട്ടിക്കിൾ 52 ഇന്ത്യൻ പ്രസിഡന്റിന്റെ നിയമനത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 52 ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഏറ്റവും ചെറിയ ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. ദർ ഷാൾ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. അപ്പോൾ ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ പലർക്കും കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് തന്നെ ഈ പോർഷനിൽ നിന്ന് എപ്പോഴും തന്നെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്? പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതായിരിക്കും ചോദ്യം വരുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ മെമ്പേഴ്സും ഉണ്ടായിരിക്കും. അതുപോലെ ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്സ്, എല്ലാ സംസ്ഥാനങ്ങളിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് നിയമസഭയിലെ അംഗങ്ങൾ. അതുപോലെ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ഡൽഹി, പോണ്ടിച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ എന്നീ പറയുന്ന യൂണിയൻ ടെറിട്ടറീസിലെ അംഗങ്ങളും. ഇത്രയും പേർക്കാണ് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നോമിനേറ്റഡ് മെമ്പേഴ്സിന് ഇവിടെ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. നോമിനേറ്റഡ് മെമ്പേഴ്സിന് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്കറിയാം, സംസ്ഥാനങ്ങളിലൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉള്ള സംസ്ഥാനങ്ങളുണ്ട്. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലെ അംഗങ്ങൾക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ രാജ്യസഭയിൽ 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 12 പേർക്കും ഈ ഇലക്ഷനിൽ പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പൊ ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 60 പ്രസിഡന്റിനെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത്. 61 പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നു. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രസിഡന്റിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ. ഇനി അടുത്തതായിട്ട് എമർജൻസിയിലേക്ക് വരികയാണെങ്കിൽ അടിയന്തരാവസ്ഥ. 3 തരം അടിയന്തരാവസ്ഥകളാണ് നമുക്കുള്ളത്. ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി ഡ്യൂ ടു എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ വാർ, പുറത്തുനിന്നുള്ള യുദ്ധമോ എക്സ്റ്റേണൽ അഗ്രഷനോ മൂലമുണ്ടാകുന്ന യുദ്ധങ്ങൾ. ഓക്കെ. അതിൽ ആംഡ് റെബല്യൻ, ഇപ്പോൾ ആംഡ് റെബല്യൻ മൂലം വരുന്ന ഇന്റേണൽ എമർജൻസികളും നമ്മൾ ആർട്ടിക്കിൾ 352 പരിധിയിൽ തന്നെ ആയിരിക്കും
വരിക. ഇനി ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി, സംസ്ഥാനങ്ങളിൽ വരുന്ന എമർജൻസി, അടിയന്തരാവസ്ഥകൾ. ഇത് ഈ എമർജൻസി തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ എമർജൻസിയാണ്. ഇനി ആർട്ടിക്കിൾ 360 പ്രകാരം ഫിനാൻഷ്യൽ എമർജൻസി, ഇത് നമ്മൾ ഇന്നേ വരെ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് 3 തവണയാണ് ഇതുവരെ നാഷണൽ എമർജൻസി വന്നിട്ടുള്ളത്. 1962 ഒന്ന് വന്നു, പിന്നെ അതിനുശേഷം 1971 വന്നു, ഇനി അതുപോലെ 1975. ഈ 1975 ഇന്റേണൽ ഡിസ്റ്റർബൻസ് മൂലം ഉണ്ടായ ഒരു എമർജൻസി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എമർജൻസിയുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി, ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. വൈസ് പ്രസിഡന്റിനെ കുറിച്ച് ആർട്ടിക്കിൾ 63 മുതൽ 73 വരെയാണ് പറയുന്നത്. ഇനി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് എലക്ടഡ് ബൈ ഓൾ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ. രാജ്യസഭയിലെയും ലോക്സഭയിലെയും എല്ലാ അംഗങ്ങളും കൂടിയാണ് വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. ഇനി ബൈ സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് വൈസ് പ്രസിഡന്റ് ഇലക്ഷന് ഉപയോഗിക്കുന്നത്. ഈ സെയിം മെത്തേഡ് തന്നെയാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷനും ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി വൈസ് പ്രസിഡന്റിനെ കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹി ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് വൈസ് പ്രസിഡന്റ്. ഇനി വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്ന ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ബോത്ത് എലക്ടഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്. ഇൻ ദ കേസ് ഓഫ് പ്രസിഡന്റ് ഓൺലി എലക്ടഡ് മെമ്പേഴ്സ്. പ്രസിഡന്റ് കേസിൽ എലക്ടഡ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു. അപ്പോൾ രാഷ്ട്രപതിയുടെ കേസിൽ വൈസ് പ്രസിഡന്റ് കേസിൽ ഓർത്തിരിക്കാം എലക്ടഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്. അതായത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും എല്ലാ അംഗങ്ങൾക്കും വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് രാജ്യസഭയെ കുറിച്ച് പറയുകയാണ്. രാജ്യസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അതുപോലെ സെക്കൻഡ് ചേംബർ എന്നറിയപ്പെടുന്നു രാജ്യസഭയാണ്. രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 ആണ്. എന്നാൽ ഇപ്പോൾ ഉള്ളത് 245 ആണ്. അതിൽ 12 പേര് നോമിനേറ്റഡ് മെമ്പേഴ്സുമാണ്. ഈ 12 പേരെ നോമിനേറ്റ് ചെയ്യുന്ന ഏതൊക്കെ ബേസിസിലായിരിക്കും? ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ്, ഈ 4 മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തികളെ ആയിരിക്കും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇതൊരു പെർമനന്റ് ബോഡിയാണ്, നോട്ട് സബ്ജക്ട് ടു ഡെസൊല്യൂഷൻ. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രാജ്യസഭയുടെ കാലാവധി എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ പലരും 6 വർഷം 5 വർഷം ഒന്നും എഴുതി വെക്കും. പക്ഷെ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല, അത് ഡിസൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സഭയല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇനി രാജ്യസഭ എംപിയുടെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ അത് 6 വർഷമായിരിക്കും. രാജ്യസഭ എംപിയുടെ കാലാവധി 6 വർഷമാണ്, പക്ഷെ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. ഓക്കെ, അതുപോലെ ലോക്സഭയുടെ കാലാവധി ആണെങ്കിലോ, ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. 5 വർഷം കഴിയുമ്പോൾ പുതിയ അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വേറെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അന്നേരം ലോക്സഭ പിരിച്ചുവിട്ട് പുതിയ ലോക്സഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അതുപോലെ രാജ്യസഭയിൽ മത്സരിക്കാൻ ഒരു വ്യക്തിക്ക് വേണ്ട പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ്. ലോക്സഭയിലാണെങ്കിൽ അത് 25 വയസ്സാണ്. അപ്പോൾ ഈ ഏജും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ലോക്സഭയിലേക്ക് വരികയാണ്. ലോക്സഭയിലെ പരമാവധി സീറ്റുകൾ 552 വരെ പോകാം. ഇപ്പോൾ നിലവിലുള്ളത് 543 ആണ്. യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് 20, അതുപോലെ സ്റ്റേറ്റുകളിൽ നിന്ന് 530 എന്നുള്ള ഒരു രീതിക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ഈ 552 വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു 2 ആംഗ്ലോ ഇന്ത്യൻസിനെ നമുക്ക് പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അത് 2019 104ാമത്തെ അമെൻഡ്മെന്റ് പ്രകാരം ഈ ഒരു പ്രൊവിഷൻ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കുക. ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ നിലവിൽ ഇല്ല. ഓക്കെ, അതുപോലെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കും. 18 വയസ്സ് പ്രായമുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് 61ാമത്തെ ഭേദഗതി. 1988 വന്ന 61ാം ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് ഏജ് 21 നിന്നും 18 ആക്കി കുറച്ചത്. 21 വയസ്സായിരുന്നു 1988 വരെ വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത്. അത് 18 കുറച്ചത് 61ാം ഭേദഗതി 1988 പ്രകാരമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഇനി മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ഫ്രം യൂണിയൻ ടെറിട്ടറീസ് ആർ ഓൾസോ ചൂസൺ ബൈ ഡയറക്റ്റ് ഇലക്ഷൻ. അതായത് യൂണിയൻ ടെറിട്ടറിയിലേക്കുള്ള ലോക്സഭ മെമ്പേഴ്സിനെയും ഡയറക്റ്റ് ഇലക്ഷൻ വഴി തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, പക്ഷെ രാജ്യസഭയുടെ കേസിൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കും. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടോ രാജ്യസഭ ഇലക്ഷന്? ഇല്ല. ലോക്സഭയിലാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബില്ലിനെ കുറിച്ച് പറയുകയാണ്, മണി ബില്ല്. ഇതുമായി ബന്ധപ്പെട്ടപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ആർട്ടിക്കിൾ 110 മണി ബില്ലിനെ കുറിച്ച് പറയുന്നത്. ആ ഫിനാൻഷ്യൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട ബില്ലുകളെയാണ് നമ്മൾ
മണി ബിൽ എന്ന് പറയുന്നത്. ഇതിന് പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷനോട് കൂടി നമുക്ക് ഇത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ലോക്സഭയിൽ മാത്രമാണ് ഇത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. സ്പീക്കർ വിൽ ഡിസൈഡ് വെദർ എ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട്. ഇങ്ങനെ ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആരാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? അത് സ്പീക്കറാണ് എന്നുള്ള കാര്യം പഠിച്ചിരിക്കുക. ഇനി രാജ്യസഭ ഷുഡ് റിട്ടേൺ ദ ബിൽ വിത്തിൻ 14 days. രാജ്യസഭയ്ക്ക് ഇതിൽ പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. രാജ്യസഭയിലേക്ക് കൺസെന്റ് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ 14 ദിവസത്തിനകം ഈ ബില്ല് രാജ്യസഭ തിരിച്ച് ലോക്സഭയ്ക്ക് കൊടുത്തിരിക്കണം. ഓക്കെ. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബില്ലിനെ കുറിച്ച് പറയുന്നത്, ഭരണഘടനാ ഭേദഗതി ബില്ലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 368 ഇത് 2 സഭകളിലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലോക്സഭയിലും രാജ്യസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്രസിഡന്റിന് വീറ്റോ അധികാരങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. പ്രസിഡന്റിന്റെ വീറ്റോ അധികാരങ്ങൾ ഏതൊക്കെയാണ്? അബ്സല്യൂട്ട് വീറ്റോ, 3 വീറ്റോ അധികാരങ്ങളാണ് പ്രസിഡന്റിനുള്ളത്. അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ എന്നീ 3 വീറ്റോ പവേഴ്സ് ആണ് പ്രസിഡന്റിനുള്ളത്. ഈ 3 വീറ്റോ പവേഴ്സും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ബില്ലിന്റെ കേസിൽ പ്രസിഡന്റിന് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ. ഇനി ഫിനാൻഷ്യൽ കമ്മിറ്റീസ്, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഫിനാൻഷ്യൽ കമ്മിറ്റി ഏതാണ്? ഏറ്റവും കുറവ് അംഗങ്ങളുള്ള ഫിനാൻഷ്യൽ കമ്മിറ്റി ഏതാണ്? അല്ലെങ്കിൽ ലോക്സഭാ അംഗങ്ങൾ മാത്രമുള്ള ഫിനാൻഷ്യൽ കമ്മിറ്റി ഏതാണ്? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ പ്രധാനപ്പെട്ട 3 ഫിനാൻഷ്യൽ കമ്മിറ്റികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ നിലവിൽ 22 മെമ്പേഴ്സ് ആണുള്ളത്. 15 പേര് ലോക്സഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നുമാണ് ഉള്ളത്. അപ്പോൾ ഈ കമ്മിറ്റി എന്താണ് ചെയ്യുന്നത്? ദിസ് കമ്മിറ്റി എക്സാമിൻസ് ദ ആനുവൽ ഓഡിറ്റ് റിപ്പോർട്ട്സ് ഓഫ് ദ CAG. CAG എന്ന് പറഞ്ഞാൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളെ പരിശോധിക്കുന്നതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി എസ്റ്റിമേറ്റ് കമ്മിറ്റി, 30 മെമ്പേഴ്സ്, ഓൾ ആർ ഫ്രം ലോക്സഭ. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ 30 അംഗങ്ങളാണുള്ളത്. ഈ 30 അംഗങ്ങളും ലോക്സഭയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, ഏറ്റവും വലിയ കമ്മിറ്റി ഏതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഈ ചോദ്യം പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഏറ്റവും വലിയ ഫിനാൻഷ്യൽ കമ്മിറ്റി ഏതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. 30 പേരാണുള്ളത്. 30 പേരും ലോക്സഭാ അംഗങ്ങൾ തന്നെയാണ്. ഇനി മൂന്നാമത്തെ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. അതിൽ 22 അംഗങ്ങളാണുള്ളത്. 15 പേര് ലോക്സഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നുമായിരിക്കും വരിക. ഓക്കെ. ഇനി നമ്മൾ ബജറ്റിനെ കുറിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാണ്. ബജറ്റിന്റെ മറ്റൊരു പേരാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബജറ്റ് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഇതിന്റെ ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 112ാമത്തെ ആർട്ടിക്കിളിലാണ് ബജറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ റിഫേഴ്സ് ആസ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റഡ് ഇൻ ലോക്സഭ. ലോക്സഭയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ റെയിൽവേ ബജറ്റും നമ്മുടെ അതുപോലെ ഫിനാൻഷ്യൽ ബജറ്റും രണ്ടും ഒരുമിച്ച് തന്നെ ആക്കിയിട്ടുണ്ട്. 2017 ഇത് വീണ്ടും മെർജ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 112 ആണ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ആക്ട്സ്, ഇതുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം നോക്കാൻ പോകുന്നത്. Consumer Protection Act 2019 was introduced in the Lok Sabha as a replacement of COPRA 1986. 1986 ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിരുന്നു. ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 2019 വീണ്ടും ഇത് വന്ന് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി വന്നു. The act came into effect by 20 July 2020. 2020 ജൂലൈ 20 ഇത് നിലവിൽ വന്നത്. The act consists of 8 chapters and 107 sections. 107 സെക്ഷൻസും 8 ചാപ്റ്റേഴ്സുമാണ് ഇതിൽ ഉള്ളത്. ഓക്കെ. ഇനി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇത് നേരത്തെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന പേരിൽ ഒരു ആക്ട് ഉണ്ടായിരുന്നു. ഇതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പ്രെഡെസിസർ അല്ലെങ്കിൽ മുൻഗാമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ഈസ് നോൺ ആസ് ദ പ്രെഡെസിസർ ഓഫ് RTI ആക്ട്. ഓക്കെ. ഇനി മസ്ദൂർ കിസാൻ സംഘടൻ, രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ സംഘടൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ശരിക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വരുന്നതിന് കാരണമായത്. അരുണ റൈ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതിന്റെ ലീഡറായി പ്രവർത്തിച്ചത്. രാജസ്ഥാനിലാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ സ്റ്റാർട്ടിങ്. ആ ഒരു സംഘടന രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയാണ്. ഇനി ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു പാസ് RTI ആക്ട്. RTI ആക്ട് പാസ്സാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടിന് 1997 തന്നെ സ്റ്റേറ്റ് സംസ്ഥാന നിയമനിർമ്മാണം വഴി തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ടായിരുന്നു. ഇനി RTI ആക്ട് 2005 വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലാണ്
റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന RTI ആക്ടിന് 6 ചാപ്റ്റേഴ്സ് 6 ചാപ്റ്റേഴ്സ് 31 സെക്ഷൻസ് 2 ഷെഡ്യൂൾസ് ഈ ഒരു ഫോർമാറ്റിലാണ് RTI ആക്ട് രൂപീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. 2006 ഒക്ടോബർ 26 ഈ ആക്ട് നിലവിൽ വരുന്നത്. ഇതിന് 5 പാർട്ടും 37 ആർട്ടിക്കിൾസുമാണ് ഉള്ളത്. ദിസ് ആക്ട് ഓൾസോ പ്രൊട്ടക്ട്സ് ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 18. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും 18 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും ഇതിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിരിക്കും. Before this act, domestic violence against women was punishable under IPC 498A. അതിനു മുന്നേ IPC 498A പ്രകാരമായിരുന്നു ഡൊമസ്റ്റിക് വയലൻസിനെതിരെ ശിക്ഷ നൽകിയിരുന്നത്. 3 വർഷമായിരുന്നു അതിന്റെ പണിഷ്മെന്റ്. ഓക്കെ, ഇനി അടുത്ത പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. പോക്സോ ആക്ട് came into force in 2012 November 14. 2012 November 14 ആണ് ഇത് നിലവിൽ വരുന്നത്. It contains 9 parts and 46 articles. ഇതുപോലെ ഈ ആക്ടുകളുടെ എല്ലാം ഇതിലെ കണ്ടന്റ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ആക്ടുകളിലൊക്കെ എത്ര ചാപ്റ്റേഴ്സ് ആണ് എത്ര പാർട്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അതുപോലെ ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 18 years comes under the scope of this act. ടോൾ ഫ്രീ നമ്പർ 1098. 1098 ആണ് ഇതുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട്. അടുത്തായിട്ട് വരുന്നത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആണ്. 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഇതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഷുറിംഗ് ആക്സസ് ടു അഡ്വക്കേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ക്വാളിറ്റി ഫുഡ് അറ്റ് അഫോർഡബിൾ പ്രൈസ് ഫോർ പീപ്പിൾ. എല്ലാവർക്കും എന്താണ് പോഷക മൂല്യമുള്ള നല്ല ആഹാരം നല്ല ക്വാളിറ്റിയിലും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ദിസ് ആക്ട് കവേഴ്സ് 2/3 ഓഫ് ദ എൻറ്റയർ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏകദേശം 2/3 എല്ലാ ആളുകളെയും തന്നെ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇത് പ്രകാരം 2 രീതിയിൽ തിരിച്ചിട്ടുണ്ട് ഹൗസ് ഹോൾഡ്സിനെ. അന്ത്യോദയ അന്ന യോജന ഹൗസ് ഹോൾഡ്സ് ആൻഡ് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സ്. ഈ 2 രീതിയിൽ ഇതിന്റെ ഡിവിഷൻ വരുന്നുണ്ട് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 പ്രകാരം. ഇനി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 ഇറ്റ് വാസ് എനാക്റ്റഡ് ബൈ പ്രസിഡൻഷ്യൽ ഓർഡിനൻസ് ജൂലൈ 5, 2013. ജൂലൈ 5, 2013 പ്രസിഡൻഷ്യൽ ഓർഡിനൻസ് പ്രകാരമാണ് ഇത് ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. പിന്നെ ഇത് ഒരു ആക്ടായി മാറുന്നത് എന്നാണ് ചോദിക്കുകയാണെങ്കിൽ 2013 സെപ്റ്റംബർ 12. അപ്പൊ ഈ ഡേറ്റും നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 2013 സെപ്റ്റംബർ 12. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രീഡം മൂവ്മെന്റ്, കേരള റെനൈസൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ സോഷ്യൽ വെൽഫെയർ സ്കീംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് നമ്മൾ കണ്ടത്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.